നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരവും ഏറ്റവും കൂടുതൽ പേര് യാത്ര ചെയ്യുന്നതും സഞ്ചാരപ്രിയരുടെ ഇഷ്ടകേന്ദ്രവുമെന്ന് പല പഠനങ്ങളും പല സർവേകളും തെളിയിച്ച UAE ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് പുറത്തുവന്ന സ്ഫോടന വാർത്തകൾ തന്നെയാണ്. ഈ അടുത്ത കാലത്തായി പ്രവാസികൾ കേട്ടിട്ട് പോലുമില്ലാത്ത സംഭവങ്ങളാണ് UAEയിൽ അരങ്ങേറിയത്. ഇന്ത്യക്കാരുൾപ്പെടെ 3 പ്രവാസികൾ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതെ, UAE തലസ്ഥാന നഗരിയിലുണ്ടായ ഹൂതി ആക്രമണം ലോക മാധ്യമങ്ങളടക്കം വലിയ പ്രാധാന്യത്തോടെയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൃത്യവും വ്യക്തവുമായി പ്ലാൻ ചെയ്തുണ്ടാക്കിയ ആക്രമണമാണ് നടന്നതെന്ന് അധികൃതർ അറിയിക്കുക മാത്രമല്ല, ഇതിന് തിരിച്ചടി നൽകുമെന്നും UAE അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇതിന് തിരിച്ചടി എന്നോണം സൗദി അറേബ്യയും രംഗത്തെത്തിയതോടെ വാർത്ത ലോകരാഷ്ട്രങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയുണ്ടായി. ഇപ്പോഴത്തെ സംഭവ വികാസത്തിന്റെ സമയക്രമം അനുസരിച്ച് പുറത്തുവിട്ടിരിക്കുകയാണ് അധികൃതർ. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം ആരംഭിക്കുന്നത്. അബുദാബി നഗരത്തിന് 20 കിലോമീറ്റർ പുറത്ത് മുസഫയിൽ അബുദാബി ഓയിൽ കമ്പനിയായ അഡ്നോക്കിന്റെ എണ്ണ സംഭരണ പ്ലാന്റിലും വിമാനത്താവളത്തിലെ പുതുതായി നിർമ്മാണം നടക്കുന്ന സ്ഥലത്തും അഗ്നിബാധയുണ്ടായി. മുസഫയിൽ 3 എണ്ണ ടാങ്കറുകൾ പൊട്ടിത്തെറിച്ചു. സ്ഫോടനവും തീപിടുത്തവും കിലോമീറ്ററുകൾ അകലെ നിന്ന് കേൾക്കുകയും കാണുകയും ചെയ്തുവെന്നാണ് പ്രവാസികൾ പറയുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും പുക ഉയർന്ന വീഡിയോകൾ പങ്കുവയ്ക്കുകയുണ്ടായി. വിമാനത്താവളത്തിൽ ചെറിയ തീപിടുത്തം മാത്രമാണ് ഉണ്ടായത്. പ്രധാന കെട്ടിടത്തിൽ നിന്ന് അകലെയാണ് ഇതുണ്ടായിരിക്കുന്നത്. രാവിലെ 11 മണി. വിമാനത്താവളത്തിലെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്പനേരം സേവനങ്ങളിൽ തടസ്സമുണ്ടായി. ഫ്ലൈറ്റ് റഡാർ 24 ഡേറ്റ അനുസരിച്ച് 8 വിമാനങ്ങളെങ്കിലും അബുദാബിക്ക് 100 കിലോമീറ്റർ ദൂരത്തിൽ ഹോൾഡിംഗ് പാറ്റേണിൽ വച്ചു. ചില വിമാനങ്ങൾ ദുബായിലേക്ക് തിരിച്ചുവിടുകയുണ്ടായി. കുറച്ചു സമയത്തിനകം സർവീസുകൾ സാധാരണ നിലയിലായതായി ഇത്തിഹാദ് പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. ഉച്ച 1:07. അബുദാബി പോലീസ് ഇരട്ട അഗ്നിബാധകൾ സ്ഥിരീകരിച്ച പ്രസ്താവന പുറത്തിറക്കി. ഡ്രോൺ പോലുള്ള പറക്കുന്ന ചെറിയ വസ്തുവാണ് സ്ഫോടനത്തിനും തീപിടുത്തത്തിനും കാരണമായതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ഔദ്യോഗിക വാർത്താ ഏജൻസി വാം റിപ്പോർട്ട് ചെയ്തു. ഉച്ചയ്ക്ക് 2:56. സംഭവത്തിൽ മുസഫയിൽ 3 മരണമെന്ന് പോലീസ് അധികൃതർ സ്ഥിരീകരിച്ചു. അഗ്നിബാധ നിയന്ത്രണ വിധേയമായതായും അറിയിച്ചു. മരിച്ച 2 പേർ ഇന്ത്യക്കാരും ഒരാൾ പാകിസ്ഥാനി പൗരനുമാണെന്നും വ്യക്തമാക്കി. വൈകുന്നേരം 4:27. മരിച്ചവരിൽ 2 പേർ ഇന്ത്യക്കാരാണെന്ന് UAE അധികൃതർ അറിയിച്ചതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി ട്വിറ്ററിലൂടെ അറിയിച്ചു. രാത്രി 7 മണി. മരിച്ചവരും പരിക്കേറ്റവരും അഡ്നോക് ജീവനക്കാരനാണെന്ന് കമ്പനി സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നതായും കമ്പനി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. രാത്രി 8 മണി. UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ് ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണെന്ന് സ്ഥിരീകരിച്ചു. ആക്രമണത്തിനെതിരെ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്നും അദ്ദേഹം സൂചന നൽകി. ചൊവ്വാഴ്ച രാവിലെ 10:14. മരിച്ച ഇന്ത്യക്കാരെ തിരിച്ചറിഞ്ഞതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇവരുടെ മൃതദേഹങ്ങൾ വൈകാതെ നാട്ടിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതായും അറിയിച്ചു. പരിക്കേറ്റവരിൽ 2 പേർ ഇന്ത്യക്കാരാണെന്നും പരിക്ക് സാരമുള്ളതല്ലെന്നും ട്വിറ്ററിൽ വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി UAE രംഗത്തെത്തിയിരിക്കുകയാണ്. UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് അൻവർ ഗർഗാഷ് ആക്രമണത്തെ അപലപിച്ചു. അബുദാബിയിലെ ചില സിവിലിയൻ ഇൻസ്റ്റാളേഷനുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ഹീനമായ ആക്രമണം UAE അധികൃതർ വേണ്ടവിധം കൈകാര്യം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഹീനമായ ക്രിമിനൽ ആക്രമണമാണ് നടന്നതെന്ന് UAE വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനും വ്യക്തമാക്കി. ഇന്ന് UAE മണ്ണിലെ സിവിലിയൻ പ്രദേശങ്ങളെ ലക്ഷ്യമിട്ട് ഹൂതി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തെ ഞങ്ങൾ അപലപിക്കുന്നു. ഈ കുറ്റകരമായ ആക്രമണം ശിക്ഷിക്കപ്പെടാതെ പോകില്ല എന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.